ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അമ്പരവാസികൾ കുമ്പിടും രാപ്പകൾ അൻപിൻ നീതിയിൻ പദവി. അമ്പരവാസികൾ കുമ്പിടും രാപ്പകൾ അൻപിൻ നീതിയിൻ പദവി. ദ്രോഹിയെനിക്കായി ഉരിഞ്ഞെറിഞ്ഞു നീ ഹീനരൂപമണിഞ്ഞു. ദ്രോഹി ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് തോമസ് ചെറിയാൻ മച്ചിപ്ലാവ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഈ മനോഹരമായ പ്രഭാതത്തിൽ പരമകാരുണികനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം. അതിന്റെ ഹെഡിങ്ങിൽ കാണുന്നുണ്ട് ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം എന്നുള്ളത്. ദാവീദിന്റെ ഗോൾഡൻ സോങ് എന്നറിയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് 16-ാമത്തെ സങ്കീർത്തനം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഒരു വലിയ ബന്ധത്തിൽ നിന്നുള്ള വാക്കുകളാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ദാവീദ് ദൈവത്തെ ശരണമാക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം സങ്കീർണമായ ജീവിത വഴികൾ. ഈശായുടെ മക്കളിൽ ഏറ്റവും ഇളയവനായ, അതോടൊപ്പം തന്നെ ആട് നോക്കുന്ന ജീവിത പന്ഥാവിലൂടെ നടന്ന മനുഷ്യൻ, ആടിനോട് കിന്നാരം പറഞ്ഞ കരിമ്പാറക്കൂട്ടങ്ങളും കള്ളിമുൾച്ചെടികളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിന്റെ തപ്തമായ മലഞ്ചെരുവുകളിലൂടെ നടന്ന ഒരു മനുഷ്യൻ. എന്നാൽ ദാവീദ് ദൈവത്തെ അറിയുവാൻ ദൈവം ഒരു ഭാഗ്യം കൊടുത്തു. ആ ആട് നോക്കുന്ന ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് ദാവീദിനെ വിളിച്ചു കൊണ്ടുവന്ന് ആ ഇസ്രായേലിന്റെ രാജാവെന്നുള്ള അനുഗ്രഹീതമായ ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ആ സ്ഥാനത്ത് എത്തിയപ്പോഴും ദൈവത്തെ മറക്കാത്ത, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന, ദൈവസ്നേഹത്തിന്റെ ഒരു ഉജ്ജ്വലവും ഉദാത്തവുമായ ഭാവമാണ് ദാവീദിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദാവീദ് പറയുന്നത്, ദൈവമേ, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. വലിയൊരു നിശ്ചയദാർഢ്യത്തിന്റെ വാക്കുകളാണ്. ഒന്ന്, ദാവീദ് ദൈവത്തെ ദൈവമേ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എന്തിനെയാണ് ശരണമാക്കിയിരിക്കുന്നത്? ദൈവമക്കളെന്ന് പറയുന്നവരുടെ ജീവിതത്തിലും പലപ്പോഴും മറ്റു പലതിനെയും ശരണമാക്കിക്കൊണ്ട് ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച ചിലപ്പോഴൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാകരുത്. പിന്നെയോ, ഈ ദൈവത്തെ ശരണമാക്കുക, പൂർണ്ണമായി ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത വീക്ഷണം. എന്നിട്ട് ദാവീദ് പറയുകയാണ്, എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശരണമാക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അവകാശമാണ് ദൈവത്താൽ പരിപാലിക്കപ്പെടുക എന്നുള്ളത്. ദാവീദിന്റെ ജീവിത വിജയം എന്ന് പറയുന്നതും, ദാവീദ് ഇസ്രായേലിന്റെ മധുര ഗായകനായിട്ടും അനുഗ്രഹിക്കപ്പെട്ട രാജസ്ഥാനങ്ങളൊക്കെ വഹിച്ചു പോകുമ്പോഴും ദൈവത്തെ മറക്കാതെ മറുതലിക്കാതെ ജീവിച്ചതുകൊണ്ട് നിരവധി അനുഗ്രഹങ്ങളെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് നൽകി. ദാവീദിനോട് ദൈവം പറഞ്ഞു, എന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ. ദാവീദിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്. നിരാശജനകമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ദാവീദ് ദൈവത്തെ ഉണ്മയായി സ്നേഹിച്ചു, ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു, ദൈവത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്തു, ദൈവത്തിൽ മാത്രം സർവവും ശരണമാക്കി തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവനെ പരിപാലിക്കുവാൻ, ദാവീദിനെ പരിപാലിക്കുവാൻ, ഇസ്രായേലിന്റെ രാജാവും മധുരഗായകനുമായ ദാവീദിന്റെ ജീവിതത്തില് ദൈവത്തിന് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ദാവീദ് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിർണയമാണ് ദാവീദിന്റെ ജീവിതത്തിലുള്ള. ഈ പ്രഭാതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ നാം എന്തിലാണ് നമ്മുടെ ശരണമാക്കിയിരിക്കുന്നത്? വലിയവനായ ദൈവത്തിൽ ശരണമാക്കുവാൻ സർവസ്വവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങിൽ ഞാൻ ശരണമാക്കുന്നു, എന്റെ സർവസ്വവും, എന്റെ ജീവനും, എന്റെ ജീവിതവും എല്ലാം ഞാൻ അങ്ങിൽ ശരണമാക്കുന്നു, ഞാൻ അങ്ങിൽ സമർപ്പിക്കുന്നു. അങ്ങനെ കാത്തുകൊള്ളണമേ, എന്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കണമേ, അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരാത്മസമർപ്പണത്തോടുകൂടെ ഈ പ്രഭാതം ആരംഭിക്കുവാൻ, നമ്മുടെ ജീവിത നിമിഷങ്ങൾ ആ നിലയിൽ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം പരമകാരുണികനായ ദൈവം നമുക്കേവർക്കും കൃപ നൽകുമാറാകട്ടെ.